ചാലിശ്ശേരി പാടശേഖരത്ത് തീറ്റ തേടി 10,000-ഓളം താറാവുകളെത്തി. ചാലിശ്ശേരി, കല്ലുംപുറം, അടിമന, താഴത്ത് കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ തീറ്റ തേടിയും തോട്ടിൽ നീരാടാനുമാണ് 10,000-ഓളം കുട്ടനാടൻ താറാവ് കൂട്ടങ്ങളെത്തിയത്. പാലക്കാട് പട്ടാമ്പി സ്വദേശി ജോണിയുടെ ഉടമസ്ഥതയിലുള്ള 10,000-ഓളം കുട്ടനാടൻ താറാവുകളായ ചാര, ചെമ്പല്ലി, പുള്ളി ഇനത്തിൽപ്പെട്ടവയാണ് വിശാലമായ പാടശേഖരത്ത് കഴിഞ്ഞ 4 ദിവസമായി തമ്പടിച്ചിരിക്കുന്നത്. ജനുവരിയിൽ ആലപ്പുഴയിൽ നിന്ന് ഒരു ദിവസം പ്രായമായ താറാവ് കുഞ്ഞുങ്ങളെ വാങ്ങിയാണ് കൃഷി നടത്തുന്നത്. ഇഷ്ടപ്പെട്ട പനച്ചോറിന് ക്ഷാമം നേരിടുന്നതിനാൽ ആദ്യത്തെ 1 മാസം 3 നേരം അരി ഭക്ഷണമായി നൽകിയാണ് വളർത്തുന്നത്. ഭക്ഷണ ചെലവ് കുറയ്ക്കുന്നതിനായാണ് താറാവുകളെ ചാലിശ്ശേരി പാടശേഖരങ്ങളിലേക്ക് എത്തിച്ചത്. പ്രകൃതിദത്തമായ തീറ്റ ഇവർക്ക് ധാരാളം ഇവിടെ നിന്ന് ലഭിക്കും. വളർത്തുപക്ഷികളിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന താറാവുകളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ജലപരിപാലനം ഏറെ ആവശ്യമാണ്. ചാലിശ്ശേരി തോട്ടിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും താറാവുകൂട്ടങ്ങൾ ഇവിടേക്ക് എത്തുവാൻ കാരണമായിട്ടുണ്ട്. ചൂട് ശക്തമാകുന്നതോടെ പാടശേഖരത്തെ തീറ്റ ഒഴിവാക്കി താറാവുകളെല്ലാം തോട്ടിലെ വെള്ളത്തിൽ നീരാടും. പലതവണ ഇത് ആവർത്തിക്കുകയും ചെയ്യും. നിരവധി യാത്രക്കാരാണ് തോട്ടിൽ നീന്തിക്കുളിക്കുന്ന താറാവ് കൂട്ടങ്ങളെ കാണുവാൻ ഇവിടെ എത്തുന്നത്. ഒരാഴ്ച കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ കായൽ പ്രദേശങ്ങളിലേക്ക് താറാവ് കൂട്ടങ്ങൾ ചേക്കേറും. നവംബർ അവസാനത്തോടെ താറാവുകളെല്ലാം ആന്ധ്ര, മൈസൂർ, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലെ കൃഷിക്കാർക്ക് കൈമാറും. പാലക്കാട്ടെ താറാവ് കർഷകർ ഏറെ പ്രതിസന്ധിയിലാണെന്ന് 4.5 പതിറ്റാണ്ടായി പണിയെടുക്കുന്ന കണ്ണാടി സ്വദേശി സുദേവൻ പറഞ്ഞു. നമുക്ക് ഈ അപകടത്തിനൊന്നും ഇതിൽ കിട്ടണില്ല. നമ്മളിതായിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ലോണ് പോലും ഇത് ചത്തുപോണതിന് അങ്ങനെ ലോണ് തരണമെന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ നഷ്ടപരിഹാരം ഒന്നും കിട്ടിയിട്ടില്ല. ഒരു നയാ പൈസ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. പുതിയ തലമുറകളിൽ ആരും താറാവ് തൊഴിലാളികളാകുവാൻ മുന്നോട്ട് വരുന്നില്ല. 365 ദിവസവും താറാവ് കൃഷി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ പക്ഷിപ്പനി തുടങ്ങിയ രോഗങ്ങൾക്ക് നഷ്ടപരിഹാരമോ ഇതുവരെ ലഭിച്ചിട്ടില്ല. അനുകൂലമായ കാലാവസ്ഥയും മുട്ടയ്ക്ക് നല്ല വില കിട്ടുകയും താറാവുകൾക്ക് അസുഖം ബാധിക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമേ കൃഷി ലാഭമാവുകയുള്ളൂവെന്ന് ഇവർ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, കുന്നംകുളം.